ഹലോ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബാംഗ്ലൂരിലെ ഫേമസ് രാമേശ്വരം കഫേയിലാണ്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ വന്നത് മുതലേ ഇവർ കൊതിപ്പിക്കുകയാണ്. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഇവിടുത്തെ ഫുഡ് സൂപ്പറാണ്. എപ്പം പോയാലും നമുക്കിതൊക്കെ അവൈലബിൾ ആണ്. വെജിറ്റേറിയൻ ഫുഡിന് ഫേമസ് ആയിട്ടുള്ള രാമേശ്വരം കഫേയിൽ വന്നിട്ടുണ്ട്. അപ്പം നല്ല ആംബിയൻസും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ഇരുന്ന് കഴിക്കാം അങ്ങനെയൊന്നും വിചാരിച്ചാരും വരരുത്. നമുക്ക് കിട്ടുന്ന പ്ലേസിൽ ഈവൻ പടിയിലാണെങ്കിൽ പടി അവിടെ നിന്ന് കഴിക്കുന്നത്. ഇവിടെ ഓർഡർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ടച്ച് സ്ക്രീനാണ്. അതിൽ നമുക്ക് റെസിപ്റ്റ് വന്നിട്ട് ക്യാഷ് റെസിപ്റ്റ് ഓരോരോ കൗണ്ടറിലേക്ക് കൊടുക്കുക. ഇപ്പോൾ ടീ ആണെങ്കിൽ ടീയുടെ കൗണ്ടർ, കോഫിയുടേത്, ഇഡ്ഡലിയുടെ, അങ്ങനെ നമ്മൾ 4ആയിട്ട് സ്പ്ലിറ്റായിട്ട് എല്ലാ കൗണ്ടറിലും നമ്മളവിടെ ക്യൂ നിൽക്കണം. അപ്പം നമുക്കത് എല്ലാം ഒരുമിച്ച്, ഇപ്പോൾ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ അത് ഓരോരോ സെഷനിൽ പോയിട്ട് വാങ്ങിക്കണം. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് ഇവിടുത്തെ നമ്മുടെ ഫുഡ്. ഇത്രയും ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനിയും വരുന്നുണ്ട്. തട്ട ഇഡ്ഡലി ഫേമസ്, ഗീ പൊടി ഇഡ്ഡലി, പിന്നെ കേസരി, സാമ്പാർ ഇഡ്ഡലി, എല്ലാം ക്വാളിറ്റി. ദോശ ഇനി വരുന്നുണ്ട്, നമ്മൾ ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ. ദോശയ്ക്ക് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. സൂപ്പർ ഫുഡ്, സൂപ്പർ ക്വാളിറ്റി, എല്ലാം. ഇത്രയും തിരക്കുണ്ടെങ്കിലും ഇവരെ ഫുഡിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് പറയാനുള്ളത്. കാരണം ബാംഗ്ലൂർ നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് ഫുഡ് എവിടെ കിട്ടും നല്ലതെന്നൊക്കെ ഇവർ തന്നെ പറഞ്ഞു തന്നു. എല്ലാം സൂപ്പറായിരുന്നു. വിഹു ഇവിടെ സാത്വിക് ബേബി വാരി കൊടുക്കുവാണ്. അവൻ തന്നെയാണ് ഫുള്ള് വാരി കൊടുത്തത്. അവനും കഴിക്കും, അവന് വാരി കൊടുക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല കെയറിങ് ആയിരുന്നു. അടിയൊക്കെ കൂടും, എന്നാലും ഇത് നമ്മളെല്ലാവരും ഇവിടെ നിന്ന് കഴിക്കുക. ഇനി വേണം സനോജിന് ഓഫീസിൽ പോകാൻ. സൂപ്പർ ഫുഡാണ്. നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് ഓർഡർ ചെയ്യാതെ കുറച്ചായിട്ടാണ് ഓർഡർ ചെയ്തത്. മൊത്തത്തിൽ തീരത്തിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഇതിൻ്റെ ഫ്രണ്ടിലൊരു ഇതിൻ്റെ നിന്നിട്ട് വിഹു ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. മസ്റ്റ് വിസിറ്റാണ്. നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യണം, എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് പറയണം. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. ഓക്കെ, അപ്പം ബൈ.